വെനസ്വേലയിലെ അമേരിക്കൻ അട്ടിമറിയിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, എന്താണ് ഇതിൽ ഇന്ത്യ നിലപാടായി സ്വീകരിക്കാൻ പോകുന്നത്? വിവരങ്ങൾ ബൽറാം. റിജിത്ത്, ഈ വെനസ്വേലയിൽ US ആക്രമണമുണ്ടായി ഏതാണ്ട് 24 മണിക്കൂറിലേറെ പിന്നിട്ട ശേഷമാണ് വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത്. വെനസ്വേലയിലെ സാഹചര്യങ്ങൾ അതിൽ അതീവ ആശങ്ക രേഖപ്പെടുത്തുന്നു എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ സാഹചര്യങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഇതുകൂടാതെ വെനസ്വേലയിലെ ജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവും അത് ഇന്ത്യ എന്നും പിന്തുണ ഉറപ്പാക്കുന്നുവെന്നും മേഖലയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കിക്കൊണ്ട് സംഭാഷണത്തിലൂടെ സമാധാനപരമായി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഇരു വിഭാഗത്തോടും അഭ്യർത്ഥിക്കുന്നു എന്നുമാണ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ വെനസ്വേലയിലെ ഇന്ത്യക്കാരുമായി കാരക്കാസിലെ ഇന്ത്യൻ എംബസി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്നും അവർക്ക് സാധ്യമായ എല്ലാ സഹായവും എത്തിക്കും എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രസ്താവനയിൽ എവിടെയും US-ന്റെ പേര് പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. നേരത്തെ തന്നെ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് ഈ ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകിയിരുന്നു. വെനസ്വേലയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും നിലവിൽ വെനസ്വേലയിലുള്ള ഇന്ത്യക്കാർ സുരക്ഷിതരായി തുടരണം, മറ്റ് ആഭ്യന്തര യാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്നും എന്ത് ആവശ്യത്തിനും കാരക്കാസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണം എന്നുമുള്ളതായിരുന്നു ഈ ഒരു ജാഗ്രതാ നിർദ്ദേശത്തിൽ ഇന്ത്യ വ്യക്തമാക്കിയത്. അതിലും US-ന്റെ പേര് പരാമർശിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ബൽറാം, അതേസമയം തന്നെ അമേരിക്കയുടെ നടപടിക്കെതിരെ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇടതു പാർട്ടികൾ പ്രതിഷേധിക്കുകയാണ്. സംയുക്തമായ പ്രതിഷേധമാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടി ബൽറാം. റിജിത്ത്, ലോകവ്യാപകമായി തന്നെ ഈ ഒരു ആക്രമണത്തിനെതിരെ പ്രതിഷേധങ്ങൾ നടന്നു വരികയാണ്. ഡൽഹിയിലും സമാനമായ പ്രതിഷേധമാണ് നമുക്ക് ജന്തർ മന്ദറിൽ കാണാനാകുന്നത്. ഇടത് പാർട്ടികൾ സംയുക്തമായാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. CPIM, CPIML, CPI, ഫോർവേഡ് ബ്ലോക്ക്, RSP തുടങ്ങിയ ഇടതു പാർട്ടികളാണ് ഈ ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ ഇടതു പാർട്ടികളുടെ വർഗബഹുജന സംഘടനകൾ അടക്കം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. CPIM പോൾ ബ്യൂറോ അംഗം രാഘവലു, കൂടാതെ ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി G ദേവരാജൻ അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടന്നു വരുന്നത്. ഈ അമേരിക്കയുടെ യുദ്ധക്കൊതിയും എണ്ണക്കൊതിയുമാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് വഴിവെച്ചിരിക്കുന്നത് എന്നും വെനസ്വേലയുടെ പരമാധികാരം സംരക്ഷിക്കപ്പെടണം എന്നുമുള്ളതുമാണ് ഈ ഒരു പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന പ്രധാന മുദ്രാവാക്യം. കോമ്രേഡ്, എന്താണ് ഈ ഒരു പ്രതിഷേധത്തിൽ ഉന്നയിക്കുന്ന വിഷയം? അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തി വെനിസ്വേലയിൽ നടത്തിയ അധിനിവേശത്തിനെതിരായി ലോകമെമ്പാടുമുള്ള പുരോഗമന ശക്തികളും സോഷ്യലിസ്റ്റ് ജനകീയ പ്രസ്ഥാനങ്ങളും ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്താണ്. ഇക്കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ ഗവൺമെന്റ് പുലർത്തുന്ന മൗനവും പ്രതിഷേധാർഹം തന്നെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏതാണ്ട് 36 പരമാധികാര രാജ്യങ്ങളെയാണ് അമേരിക്ക ഇതിനകം അട്ടിമറിച്ചിട്ടുള്ളത്. 50ഓളം ലോക നേതാക്കന്മാരെയാണ് ഓരോ കള്ളം പറഞ്ഞ് അമേരിക്ക വധിച്ചിട്ടുള്ളത്. 2 കോടിയിലധികം ആളുകളെയാണ് അമേരിക്ക കൊന്നൊടുക്കിയിട്ടുള്ളത്. ലാവോസിലും വിയറ്റ്നാമിലും കംബോഡിയയിലും മാത്രം 50 ലക്ഷത്തോളം ആളുകളെ കൊന്നൊടുക്കി. പലസ്തീനിലെ ഗസയിൽ മാത്രം 10,000-ഓളം പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അവർ കൊന്നൊടുക്കിയിട്ടുള്ളത്. ഇപ്രകാരം ഒരു പരമാധികാര രാജ്യത്തിന് മേൽ ആക്രമണം നടത്തുവാൻ അമേരിക്കയ്ക്ക് ആരാണ് അധികാരം നൽകുന്നത്? എന്തുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്? കഴിഞ്ഞ 1 മാസമായി കരീബിയൻ കടലിൽ നടക്കുന്ന ഈ ആയുധ സന്നാഹങ്ങൾ കണ്ടിട്ട് എന്തുകൊണ്ട് ഈ ഐക്യരാഷ്ട്രസഭ ഇടപെട്ടില്ല? എന്തുകൊണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ ഇടപെടുന്നില്ല? ഈ സോഷ്യലിസ്റ്റ് ജനകീയ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ ഈ നീക്കത്തിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം അലയടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇടതു പാർട്ടികളും ഇന്ന് ഡൽഹിയിൽ ഇപ്രകാരം പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. റിജിത്ത്, ഇത്തരത്തിൽ ഇന്ത്യ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നും രാജ്യത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ വ്യക്തമാക്കണം. കൂടാതെ ഈ അമേരിക്കയുടെ ഈ ഒരു ആക്രമണം അത് ഒരു രാജ്യത്തിന്റെ വെനസ്വേലയുടെ പരമാധികാരത്തിന് നേരായ വെനസ്വേലയിലെ അമേരിക്കൻ അട്ടിമറിയിൽ ലോകമെമ്പാടും പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ ഡൽഹിയിലെ ജന്തർ മന്ദറിലും ഇടതു പാർട്ടികളുടെ സംയുക്ത പ്രതിഷേധം ഉണ്ടാവുകയാണ്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.